എവ്രിബഡി, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നാടൻ മട്ടൻ കറിയാണ്. അപ്പോൾ നാടൻ മട്ടൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്പൈസി ആയിട്ടുള്ള തിക്ക് കൺസിസ്റ്റൻസി ഉള്ളൊരു വിഭവമാണ് നമ്മളിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്തിരിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തി, ചോറ്, പൂരി, ബ്രെഡ്, ഈവൻ ബ്രെഡിൻ്റെ കൂടെ വരെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന്. പിന്നെ അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ട്രൈ ചെയ്യുക, എല്ലാം കാണുക, എല്ലാം ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് സജഷൻസൊക്കെ മോർ ദാൻ വെൽക്കം. നിങ്ങളതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. അപ്പം നമുക്ക് നമ്മുടെ വിഭവത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ നാടൻ മട്ടൻ കറിക്ക് വേണ്ടിയ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മട്ടൻ 1 കിലോ, ബേബി പൊട്ടറ്റോ 7-8 എണ്ണം, സവാള 4 എണ്ണം, പിന്നെ കുറച്ച് സ്പൈസസിന് വേണ്ടി ആവശ്യമുണ്ട്. ബേ ലീവ്സ് 3, കറുകപ്പട്ട ഈ ലെങ്ത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അളവിൽ നിങ്ങൾക്കതനുസരിച്ചിട്ടിടാം. കുരുമുളക് ഒരു ടീസ്പൂണാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. 6 ഏലക്ക, 7-8 കരയാമ്പൂ, പിന്നെ കറിവേപ്പില ഞാൻ ഏറെ എൻ്റെ കറികളിൽ ഇടാറുണ്ട്. അതിന് ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് നമ്മുടെ കറിക്ക് കൊടുക്കുക, ഒരു നാടൻ ടേസ്റ്റാണ്. അപ്പോൾ കറിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇടാം. 3 വറ്റൽമുളക്, ഇഞ്ചി ഒരു വലിയ കഷ്ണം, പിന്നെ ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് ഒരു 2 ടീസ്പൂൺ മതിയാവും, അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പൈസസ് നമുക്ക് വേണ്ടിയത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഇതിനെ കറിയാക്കാമെന്ന്. അപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഏലക്കയൊക്കെ ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. ശേഷം നമ്മുടെ കുഞ്ഞുള്ളി, ഇഞ്ചി, ഇത് ഇത്രയൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി ഒരുപാട് സ്ലൈസ് ചെയ്യണമെന്നില്ല, അത്യാവശ്യം ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇട്ടാൽ മതി. എന്തായാലും നമ്മുടെ മട്ടനൊക്കെ റെഡിയായി വരുമ്പോഴേക്കും അതൊക്കെ ഭയങ്കരമായിട്ട് അലിഞ്ഞ് നല്ല നമ്മുടെ എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ചില്ലി ഫ്ലേക്സ് ഒന്ന് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു റെഡ് കളറ് നമ്മുടെ കറിക്ക് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല അടിപൊളി ഒരു കറിയാണ്. എന്തിൻ്റെ കൂടെയും, അപ്പത്തിൻ്റെ കൂടെയും പൂരിയുടെ കൂടെയും എല്ലാം നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷാണ് നമ്മുടെ നാടൻ മട്ടൻ കറി എന്ന് പറയുന്നത്. നമുക്കിതിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം.
ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കും. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വിട്ടുപോയി, അതായത് ഇച്ചിരി പെരുംജീരകം നമ്മുടെ കറിക്ക് ഭയങ്കര സ്വാദ് കൊടുക്കുന്നൊരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടെ ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ച് ഇച്ചിരി പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കൈ മതി. അതൊന്ന് അത്യാവശ്യം ഒന്ന് സോട്ടാവുമ്പോൾ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറി വന്നാൽ മതി. എൻ്റെ മോളാണ്. ഓക്കെ, ഉണ്ടായിട്ടുള്ളൂ. ഇനി നമുക്ക് അത് ശരിക്കും ആദ്യത്തെ സ്റ്റെപ്പിൽ ഇടേണ്ടതാണ്. നിങ്ങളത് മറക്കരുത് ചെയ്യാനായിട്ട്. വിട്ടു പോവുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. നടുക്ക് ഇച്ചിരി ആ എണ്ണ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് ഒഴിച്ചിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇടയ്ക്കിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങ് വഴങ്ങും. ഇനി ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ട്രാൻസ്പെറൻ്റായി അത്യാവശ്യം വഴന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മട്ടൻ്റെ കൂടെ തന്നെ കിടന്നിട്ട് വിസിലടിക്കാനുള്ള സാധനമാണ്. അതുകൊണ്ട് അപ്പോൾ അത് ഓൾറെഡി നന്നായിട്ട് അലിയും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് നമ്മുടെ മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ് എടുത്തത്. ഇപ്പോൾ തന്നെ നമ്മുടെ ആ സ്പൈസസിൻ്റെയും കുരുമുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ നല്ല അടിപൊളി ഒരു മണം, ഒരു നാടൻ മണം ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റുക. ആ മസാല മൂത്തൊരു മണം വരുന്നവരെ വഴറ്റുക. ഞാൻ എല്ലാ കറികളിലും മസാല ഒന്ന് മൂക്കാൻ വെക്കുമ്പോഴത്തേക്ക് വിസിൽ വെക്കാതെ ഒന്ന് അടച്ചു വെക്കും ചെറിയ തീയിൽ. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഇറങ്ങി നല്ലതായിട്ട് വഴണ്ട് കിട്ടും. അപ്പം നമുക്ക് അങ്ങനെ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യും. നമ്മുടെ തുറന്ന് നോക്കാം. ആ മസാല മൂത്തൊന്നും ശരിക്കും ഇങ്ങനെ അരച്ച് വരുന്നുണ്ട്. നമുക്ക് കാണാമല്ലോ, നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മട്ടൻ ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബേബി പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ബേബി പൊട്ടറ്റോ ഇട്ടിരിക്കുന്നത് വൈറ്റ് ബേബി പൊട്ടറ്റോ ആണ്. അപ്പോൾ അതിൻ്റെ തൊലി കഴിവതും കളയാതിരിക്കുക. നന്നായിട്ട് അതിനെ കഴുകിയെടുത്താൽ മാത്രം മതി. പിന്നെ ബ്ലാക്ക് സ്പോട്ട്സോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് നന്നായിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് മാറ്റി കൊടുക്കണം. ഇപ്പം നമ്മൾ നന്നായിട്ട് നമ്മുടെ മട്ടനും പൊട്ടറ്റോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇപ്പം കുരുമുളകായിട്ടില്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. ഇവിടെ നല്ല സ്പൈസി കറിയാണ് ഇഷ്ടം. പിന്നെ നാടൻ കറി ആകുമ്പോൾ എപ്പോഴും ഇച്ചിരി സ്പൈസി കറി ആണല്ലോ.
പൊതുവേ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഇനി നമുക്ക് കുക്കറൊന്ന് കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കാം. എന്നിട്ടൊരു 8 to 9 വിസിൽസ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് പ്രഷർ ഒന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പരുവമായിട്ടുണ്ടോ ഇല്ലേ. നിങ്ങൾക്ക് കൂടുതൽ വേവ് വേണോ, നന്നായിട്ട് കുക്ക് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു 3-4 വിസിലും കൂടെ കൂടുതൽ വെക്കുക. അതും കഴിഞ്ഞിട്ട് പ്രഷറും പോയിട്ട് പിന്നെ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. പ്രഷറൊക്കെ പോയി ഇപ്പം ഞാൻ കുക്കർ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനിയിപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ടോ എരിയുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. എരി ആവശ്യത്തിനില്ലെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെയും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന തരം ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻസ് ഇടുക. താങ്ക് യു.